ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എൻ.ഡി.എ ചെയർമാനുമായ കെ. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര വയനാട്ടിൽ പര്യടനം തുടരുന്നു. വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന പദയാത്ര കൽപ്പറ്റ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും മുട്ടിലിൽ അവസാനിക്കും. വനവാസികൾ ഉൾപ്പെടെ 10,000-കണക്കിന് പ്രവർത്തകർ പദയാത്രയുടെ ഭാഗമായി അണിനിരക്കും. കെ.ജെ. ശ്രീജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പദയാത്ര കടന്നുപോയപ്പോൾ നമ്മൾ കണ്ടതാണ്. വലിയ ജനസഞ്ചയമാണ് പദയാത്രയുടെ ഭാഗമായി അണിനിരക്കുന്നത്. ഓരോ പോയിന്റുകളിലും വലിയ സ്വീകരണം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നൂറുകണക്കിന് മറ്റ് പാർട്ടിയിലുള്ളവർ ബി.ജെ.പിയിലേക്ക് എത്തുന്ന സാഹചര്യം അടക്കം പദയാത്രയുടെ ഭാഗമായി നമ്മൾ കണ്ടതാണ്. ഇന്ന് 3 മണിക്ക് പദയാത്ര ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് വയനാട്ടിലെ പദയാത്ര പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. വിഷ്ണു, കണ്ണൂരിനും കാസർഗോഡിനും പിന്നാലെ കെ. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് വയനാട്ടിലും പര്യടനം തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. കെ. സുരേന്ദ്രൻ ഇന്ന് രാവിലെ 9 മണിയോടെ വെള്ളൂർക്കലിലെ ക്ഷേത്രത്തിലെത്തുകയും തുടർന്ന് വനവാസി കോളനികൾ സന്ദർശിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ന് 3 മണിയോടെയാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര മുട്ടിൽ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പദയാത്രയിൽ വനവാസികൾ ഉൾപ്പെടെ 10,000-കണക്കിന് പേർ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ഇവിടെയുള്ള വയനാട് ജില്ലാ ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത തന്നെ അറിയാം. ഇത് ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള മണ്ഡലമാണ്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്. എന്നാൽ രാഹുൽ എന്ന ദേശീയ നേതാവ് ഉണ്ടായിട്ടും വയനാടിൻ്റെ വികസനം വളരെ പിന്നോക്കം നിൽക്കുകയാണ്. ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റ് വാഹന സൗകര്യത്തിലായാലും അങ്ങനെ പല മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി 5 വർഷമായി ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് ഭരണപക്ഷത്തേക്ക് നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ 10 വർഷത്തിനിടയിൽ 2014 മുതൽ 2024 വരെയുള്ള 10 വർഷക്കാലം വലിയ വികസന പദ്ധതികളാണ് വാരണാസി ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും നടപ്പിലാക്കിയത്, സ്വന്തം മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. അങ്ങനെ വാരണാസിയും വയനാടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് വികസനം ഏത് മണ്ഡലത്തിലാണ് ആദ്യം എത്തിയതെന്ന് മനസ്സിലാകുന്നത്. രാഹുൽ ഗാന്ധി വാഗ്ദാനങ്ങളിൽ ഒതുക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ നാം സൂചിപ്പിച്ച പോലെ വനവാസികൾ വളരെയധികം തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അവർ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. എന്നാൽ ആ ബുദ്ധിമുട്ടിൽ ഇവിടെ വന്ന് ഇവരെ ഭാഗമാകുവാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെയാണ് പല പദ്ധതികളും വനവാസികൾക്കായി നരേന്ദ്രമോദി നടപ്പിലാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ പദ്ധതികൾ ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിലിൻ്റെ ഗുണഭോക്താക്കളായ വ്യക്തികളെ കാണുകയുമാണ് ഇന്ന് സുരേന്ദ്രൻ്റെ പ്രധാന പരിപാടിയായിരുന്നത്. എന്തായാലും വനവാസികൾ ഉൾപ്പെടെ വൈകുന്നേരം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നതാണ് ഉറപ്പ്. അതോടൊപ്പം കുറച്ചു മുൻപ് സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയം പറഞ്ഞത് CPI-യും കോൺഗ്രസും ദേശീയ തലത്തിൽ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അതിനാൽ തന്നെ CPI നിലവിൽ ഈ മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം, കോൺഗ്രസും BJP-യും തമ്മിലുള്ള ദേശീയ മത്സരമാക്കി മാറ്റണമെന്നാണ് സുരേന്ദ്രൻ നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യവും. BJP-യും നരേന്ദ്രമോദിയും തമ്മിലുള്ള മത്സരമാണെങ്കിൽ നരേന്ദ്രമോദി എന്നെ വിജയിക്കുമെന്ന തരത്തിലേക്കാണ് സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിലും സുരേന്ദ്രൻ അത് തന്നെയാണ്. പദയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. വയനാട് ജില്ലയിൽ പര്യടനം പുരോഗമിക്കുകയാണ്. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.